ഒരു വെബ്സൈറ്റ് ബിൽഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന സമയത്ത് അതിൻ്റെ ആദ്യഘട്ടം, അതായത് ഐഡിയാസ്, പിന്നെ അതിൻ്റെ വയർ ഫ്രെയിംസ്, അതുപോലെ അതിൻ്റെ കളറ്, അതിൻ്റെ ഫോണ്ട്, പിന്നെ അതിൻ്റെ ഡിസൈൻ, അതിനാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ടൈം എടുക്കുന്നതും ഏറ്റവും പ്രയാസമുള്ള കാര്യവും. ഇവിടെ റെലൂം യൂസ് ചെയ്തുകൊണ്ട് ദിവസങ്ങളെ വെറും സെക്കൻഡുകളാക്കി മാറ്റുന്ന എഐയുടെ ജാലവിദ്യയാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇതാണ് റിലൂമിൻ്റെ ലോഗിൻ ചെയ്ത് കഴിയുമ്പോൾ ഉള്ള ഇൻ്റർഫേസ്. അപ്പോൾ ഇവിടെ റിലൂമിന് പല പാക്കേജസും ഉണ്ട്. നിങ്ങൾക്ക് ഇവിടെ പാക്കേജസ് കമ്പയർ ചെയ്ത് നോക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഇവിടെ ചൂസ് ചെയ്തിരിക്കുന്നത് ഫ്രീ പ്ലാനാണ്. തൽക്കാലം നമ്മൾ ഇതിനെപ്പറ്റി ഡിസ്കസ് ചെയ്യുന്നില്ല. നമുക്കിവിടെ പ്രധാനമായിട്ടും വേണ്ടത് ഒരു ന്യൂ പ്രൊജക്റ്റ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് ന്യൂ പ്രൊജക്റ്റിലേക്ക് പോകുന്നു. അപ്പോൾ ഒരു ഡിഫറൻ്റ് ആയിട്ടുള്ള ഒരു ഇൻ്റർഫേസാണ് വീണ്ടും നമുക്ക് കാണാൻ കഴിയുന്നത്. ഇവിടെ മെയിനായിട്ടും സൈറ്റ് മാപ്പ്, വയർ ഫ്രെയിം, സ്റ്റൈൽ ഗൈഡ്, അതുപോലെ തന്നെ ഡിസൈൻ, ഈ 4 കാര്യങ്ങളാണ് റിലൂം നമുക്ക് ബിൽഡ് ചെയ്ത് തരുന്നത്. ഇവിടെ തൊട്ട് താഴേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് മാനുവലി പേജസും അതിൻ്റെ സെക്ഷൻസും ഒക്കെ ബിൽഡ് ചെയ്യാനായിട്ടുള്ള ഒരു ഓപ്ഷനാണ് ഇവിടെ ഉള്ളത്. നമ്മുടെ പ്രധാന സബ്ജക്റ്റ് അതല്ലല്ലോ, നമുക്ക് AI കൊണ്ട് ബിൽഡ് ചെയ്യിക്കുക എന്നുള്ളതാണ് നമ്മുടെ പ്രധാന ആവശ്യം. അതിന് വേണ്ടിയിട്ട് നമുക്കിവിടെ ഒരു ലെഫ്റ്റ് സൈഡ് ബാർ ഉണ്ട്, ലെഫ്റ്റ് പാനലുണ്ട്. അപ്പോൾ ഇവിടെയാണ് നമ്മൾ AIക്ക് കൊടുക്കേണ്ട പ്രോംപ്റ്റ് കൊടുക്കേണ്ടത്. പിന്നെ തൊട്ട് താഴേക്ക് വന്നു കഴിഞ്ഞാൽ എത്ര പേജസ് വേണമെന്നുള്ളത് ഇവിടെ കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഏത് ലാംഗ്വേജസ് ആണ് നമ്മളതിൽ ചൂസ് ചെയ്യുന്നതെന്നുള്ളതും ഇവിടെ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇതിനെ അടിസ്ഥാനമാക്കിയിട്ടാണ് ഈ സൈറ്റ് മാപ്പും വയർ ഫ്രെയിംസും സ്റ്റൈൽ ഗൈഡും ഒക്കെ നമുക്ക് റിലൂം ബിൽഡ് ചെയ്ത് തരുന്നത്. ഞാനിവിടെ ഒരു പ്രോംപ്റ്റ് ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതായത് ക്രിയേറ്റ് എ മോഡേൺ റെസ്പോൺസീവ് വെബ്സൈറ്റ് ഫോർ എ ഫുഡ് ഡെലിവറി ആപ്പ് കോൾഡ് ക്വിക്ക് ബൈറ്റ്. എന്നിട്ട് അതിൻ്റെ കളേഴ്സ് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്, റെഡ്, യെല്ലോ, ഓറഞ്ച്. അതുപോലെ തന്നെ കോൾ ടു ആക്ഷൻ ബട്ടൺ, ഓർഡർ നൗ അല്ലെങ്കിൽ ഡൗൺലോഡ് ദ ആപ്പ് എന്ന് പറയുന്ന ഒരു ബട്ടൺ വെക്കാനും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് കോപ്പി ചെയ്തെടുത്തുകൊണ്ട് ഈ പ്രോംപ്റ്റിലേക്ക് പേസ്റ്റ് ചെയ്ത് കൊടുക്കുക. എത്ര പേജസ് വേണമെന്നുള്ളത് ഇവിടെ ഉണ്ട്, ഏത് ലാംഗ്വേജിൽ വേണമെന്നുള്ളതുണ്ട്, ജനറേറ്റ് കൊടുക്കുക. നിങ്ങൾക്ക് കാണാം, അത് ജനറേറ്റ് ആയിട്ട് വരുന്നത് കാണാം. അപ്പോൾ എത്ര പേജസ് വേണമെന്നുള്ളത് നമ്മളിവിടെ കൊടുത്തിട്ടുണ്ട്. ഹോം പേജ് കഴിഞ്ഞിട്ട് മൊത്തം 5 പേജസ് പറഞ്ഞിട്ടുണ്ട്. ഈ ഓരോ പേജിലും ഞാൻ കുറച്ച് സൂം ചെയ്ത് വയ്ക്കാം. ഓരോ പേജിലും ഏതൊക്കെ സെക്ഷൻ വേണമെന്നുള്ളതും ഇവിടെ വളരെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. നമുക്ക് ഇവിടെ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഡ്രാഗ് ചെയ്ത് ഈ സെക്ഷൻസിനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നമുക്ക് ചേഞ്ചസ് ചെയ്തെടുക്കാവുന്നതാണ്. പിന്നെ ഇതിൻ്റെ അകത്തുള്ള ഡിസ്ക്രിപ്ഷനിൽ ചേഞ്ചസ് വരുത്തിക്കൊണ്ട് നമുക്ക് റീബിൽഡ് ചെയ്തുകൊണ്ട് സെക്ഷൻ മാറ്റിയെടുക്കാവുന്നതാണ്. ഇവിടെ താഴേക്ക് പോയി കഴിഞ്ഞാൽ ഓരോ പേജസിൽ നിന്നും ഏതൊക്കെ പേജസിലേക്ക് പോകണമെന്നുള്ളതും വളരെ കൃത്യമായിട്ടുള്ളൊരു സൈറ്റ് മാപ്പ് നമുക്കിവിടെ ബിൽഡ് ചെയ്ത് തന്നിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത സെക്ഷൻസിലേക്ക് പോകാം. അതായത് വയർ ഫ്രെയിം. സൈറ്റ് മാപ്പ് വെച്ച് ബിൽഡ് ചെയ്ത് വെച്ചിരിക്കുന്ന വയർ ഫ്രെയിമാണ് നിങ്ങളിവിടെ ഈ കാണുന്നത്. ഇവിടെ നമ്മൾ മൊത്തം 5 പേജസ് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇവിടെ ഒരെണ്ണം മാത്രമേ എനിക്ക് ആക്റ്റീവായിട്ടുള്ളൂ, കാരണം ഞാനിത് ഫ്രീ പ്ലാൻ ചൂസ് ചെയ്തിരിക്കുന്നതുകൊണ്ടാണ്. നിങ്ങൾക്ക് പ്ലാൻ അപ്ഗ്രേഡ് ചെയ്തുകൊണ്ട് ബാക്കിയുള്ള പേജസൊക്കെ ആക്റ്റീവാക്കി എടുക്കാവുന്നതാണ്. അപ്പോൾ ഇവിടെ ആക്റ്റീവായിട്ടുള്ള ഈ പേജ് വെച്ചുകൊണ്ട് തന്നെ നമുക്ക് കാര്യങ്ങൾ പറയാം. ഈ വയർ ഫ്രെയിമിലേക്ക് വന്നു കഴിഞ്ഞാൽ, ഫോർ എക്സാമ്പിൾ ഞാനിപ്പോൾ ഇവിടെ ആദ്യം നൗ ബാർ സെലക്ട് ചെയ്ത് വെച്ചു. ലെഫ്റ്റ് സൈഡിൽ അതിൻ്റെ നൗ ബാറിൻ്റെ ധാരാളം ഡിഫറെൻ്റ് ആയിട്ടുള്ള ലേഔട്ടിലുള്ള ഓപ്ഷൻസ് വിത്ത് മെഗാമെനു അടക്കമുള്ള നൗ ബാർ നമുക്ക് അവൈലബിൾ ആണ്. നമുക്ക് ഏത് വേണമെങ്കിലും ചൂസ് ചെയ്യാം. അതുപോലെ തന്നെ താഴേക്ക് വന്നു കഴിഞ്ഞാൽ നൗ ബാർ പോലെ തന്നെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരുപാട് സെക്ഷൻസും ഹീറോ സെക്ഷൻസും ഒക്കെ അവൈലബിൾ ആണ്. നമുക്ക് ആവശ്യമായിട്ടുള്ളത് ചൂസ് ചെയ്തെടുക്കാം. അങ്ങനെ നിങ്ങൾക്ക് വയർ ഫ്രെയിമിൽ തന്നെ ആവശ്യമായിട്ടുള്ള മാറ്റങ്ങൾ വരുത്തിയൊക്കെ എടുക്കാവുന്നതാണ്. നമുക്കിനി അടുത്ത സെക്ഷനിലേക്ക് പോകാം. അതായത് സ്റ്റൈൽ ഗൈഡ്. ഇവിടെയാണ് വെബ്സൈറ്റിൻ്റെ കളറും അതുപോലെ തന്നെ ടൈപ്പോഗ്രാഫിയും മറ്റ് ബട്ടൺസിൻ്റെ സ്റ്റൈലും ഒക്കെ നമ്മൾ കാര്യമായ രീതിയിൽ ചേഞ്ചസ് വരുത്തിയെടുക്കാൻ സാധിക്കുന്നത്. അപ്പോൾ ഇവിടെ ഫസ്റ്റിലേ വന്നു കഴിഞ്ഞാൽ കളർ തീമുണ്ട്. നമുക്ക് ഏത് കളർ വേണമെങ്കിലും നമുക്ക് ചൂസ് ചെയ്തെടുക്കാവുന്നതാണ്. മാനുവലി നമുക്ക് ചൂസ് ചെയ്തെടുക്കാവുന്നതാണ്. അതുപോലെ തന്നെ ഇവിടെ താഴത്തൊരു ഓപ്ഷനുണ്ട്, ഷഫിള് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഡിഫറെൻ്റ് ആയിട്ടുള്ള മേളിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇതിൻ്റെ കളേഴ്സിൻ്റെ ഷഫിൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഡിഫറെൻ്റ് ആയിട്ടുള്ള കളേഴ്സ് ഷഫിൾ ചെയ്ത് വരുന്നതാണ്. ഇനി തൊട്ട് താഴേക്ക് വന്നു കഴിഞ്ഞാൽ ടൈപ്പോഗ്രാഫിയാണ്. അത് 2 ഫോണ്ട് യൂസ് ചെയ്യുന്നുണ്ട്. ഹെഡിങ് ഫോണ്ട്, ബോഡിക്ക് ഒരു ഫോണ്ട്. അപ്പോൾ ഈ 2 ഫോണ്ട് നമുക്ക് ആവശ്യമായിട്ടുള്ള മാറ്റങ്ങൾ വരുത്തിയിട്ടൊക്കെ നമുക്കിവിടെ എടുക്കാം. അതിനനുസരിച്ച് ഇവിടെയും ചേഞ്ചസ് ആയിട്ട് വരുന്നതാണ്. പിന്നെ ഇതിൻ്റെ ബട്ടൻ്റെ സ്റ്റൈല് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ധാരാളം ബട്ടൺ സ്റ്റൈലിംഗ്, ഗ്രേഡിയൻ്റ് ബട്ടൺസും അതുപോലെ ഷാഡോയും അനിമേഷനും ഒക്കെ ഉള്ള ബട്ടൺസ് ഉണ്ട്. ഇനി തൊട്ട് മുകളിലേക്ക് വന്നു കഴിഞ്ഞാൽ ബട്ടൻ്റെ റേഡിയസ്
കോർണർ സ്ക്വയർ ആയിട്ടുള്ളതും അതുപോലെ തന്നെ ചെറിയ രീതിയിലുള്ള റേഡിയസ്. ഇനി ഇവിടെ ഈ നൗബാറിൻ്റെ കേസിൽ ഒരു എക്സാമ്പിൾ കാണിക്കാം. ഇവിടെ വന്നു കഴിഞ്ഞാൽ നൗബാർ ഇപ്പോൾ ഉള്ളത് വൈറ്റ് കളറിലാണ്. നമുക്ക് ഈ പ്ലസ് ഐക്കണിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് അതിൻ്റെ കളേഴ്സൊക്കെ ചേഞ്ചസ് ചെയ്തെടുക്കാം. അതുപോലെ തന്നെ ലോഗോയിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ലോഗോ അപ്ലോഡ് ചെയ്ത് കൊടുക്കാനായിട്ടുള്ള ഓപ്ഷൻസ് ഇവിടെ ഉണ്ട്. അതുപോലെ തന്നെ ലോഗോയുടെ ഹൈറ്റ് റം യൂണിറ്റിലും പിക്സൽ യൂണിറ്റിലും ഒക്കെ ഉള്ളത്. പിന്നെ ഇത് ലൈറ്റ് മോഡിലും ഡാർക്ക് മോഡിലും എങ്ങനെ ഇത് വരുന്നു എന്നുള്ളത് നമുക്കിവിടെ കാണാനായിട്ട് കഴിയും. അപ്പോൾ ഇത്തരത്തിലൊക്കെ നമുക്ക് ഈ സ്റ്റൈൽ ഗൈഡ് യൂസ് ചെയ്തുകൊണ്ട് നമ്മുടെ ഈ വയർ ഫ്രെയിം ലേഔട്ടിനെ സ്റ്റൈൽ ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. ഇനി നമ്മൾ സ്റ്റൈൽ ചെയ്ത് വെച്ച ഈ വയർ ഫ്രെയിം ലേഔട്ടിനെ നമുക്ക് ഫിഗ്മയിലേക്കും അതുപോലെ തന്നെ വെബ്ഫ്ലോ, റിയാക്ട്, HTML-ലേക്കും ഒക്കെ കുറച്ച് അധികം ഓപ്ഷൻസ് ഉണ്ട്. ഇതിലൊക്കെ നമുക്ക് എക്സ്പോർട്ട് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. കുറച്ചധികം കാര്യങ്ങൾ കൂടി പറയാനുണ്ട്. എന്നിരുന്നാൽ തന്നെയും കുറേയധികം ഇമ്പോർട്ടൻസ് ആയിട്ടുള്ള കാര്യങ്ങളും ഞാൻ പറഞ്ഞെന്ന് വിശ്വസിക്കുന്നു. ബാക്കിയൊക്കെ ഉള്ളത് നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്തെടുക്കാവുന്നതാണ്. ഇനി അടുത്തൊരു വീഡിയോയുമായി കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.